എല്ലാവർക്കും എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ചധികം കറിവേപ്പില കിട്ടി. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ശാന്തിയുടെ കറിവേപ്പ് ഒടിഞ്ഞു വീണ്. അങ്ങനെ കുറേ കൊണ്ടുതന്നു. ഇത് നമുക്ക് ഒത്തിരി കാലം എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. പിന്നെ ഈ കറിവേപ്പിൻ്റെ ഔഷധ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടിത് കളയാനും വയ്യ. ഇത് പതിവായി നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന കൊളസ്ട്രോൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ തണുപ്പ് കാലത്ത് കാലിലുണ്ടാകുന്ന വെടിപ്പിന് പച്ചമഞ്ഞളും കറിവേപ്പിലയും ചേർത്തരച്ച് ആ വിണ്ട് കീറിയ സ്ഥലത്ത് പുരട്ടിയാൽ അതൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മാറിക്കിട്ടും. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. അതുപോലെ താരൻ മാറ്റാനും അകാലനര പിന്നെ ദഹനക്കേട് ഇതിനൊക്കെ കറിവേപ്പ് നല്ലതാണെന്നാണ് കേൾവി. ഇത് കുറച്ചെടുത്തിട്ട് തണ്ടിൽ നിന്നും ഇല ഊരി വെച്ചു. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ പൊടിയൊക്കെ കാണും. കഴുകി ഒന്ന് ആ വെള്ളമൊക്കെ മാറാൻ വേണ്ടി വയ്ക്കണം. ഒട്ടും നനവ് പാടില്ല. ഇനി ഇതൊരു ഇരുമ്പ് ചീനിച്ചട്ടിയിലോട്ടിട്ട് 80% വറുത്തെടുക്കണം. അതുപോലെ ചെറു തീയിൽ വേണം ചെയ്തെടുക്കാൻ. നമ്മൾ ഓയിലോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നിന്ന് തന്നെ ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇത് 2 ട്രിപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ പരുവ് അറിയുന്നതിന് ഇതുപോലെ പൊടിച്ച് നോക്കിയാലും മതി. ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കാം. വളരെ നൈസായി അങ്ങ് പൊടിയാതെ ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ജാറിലാക്കി സൂക്ഷിക്കാം. എന്നിട്ട് ആവശ്യാനുസരണം കറികളിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 3/4 ഗ്ലാസ് മോരും വെള്ളത്തിൽ 1/2 സ്പൂണ് കറിവേപ്പ് പൗഡർ 2 ആഴ്ചയോളം കലക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന കൊളസ്ട്രോൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന ഈ പൊടി ഒരു മുട്ടയോടൊപ്പം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഹെയർ പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് താരൻ മാറുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും മുടിക്ക് നല്ല നിറം ലഭിക്കാനുമൊക്കെ നല്ലതാണ്. ഇത് തലയോട്ടിയിലും മുടിയിലുമൊക്കെ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം കഴുകി കളയുക. ഇത് ഞാൻ എൻ്റെ പാർലറിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി ബാക്കിയുള്ളവ നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാം. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ എടുക്കുക. അതിനകത്തോട്ട് കറിവേപ്പില തണ്ടോടുകൂടി വച്ചു കൊടുക്കുക. തീരെ കുത്തി നിറയ്ക്കാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ആവശ്യാനുസരണം നമുക്ക് എടുത്തുപയോഗിക്കാം.